നിങ്ങൾ പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ്? ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാൻ വേണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ എന്താ ഹൈക്കോടതിയിൽ പറഞ്ഞത്? ഇപ്പോൾ വന്ന കേസ് തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള 4 കേസുകൾ തള്ളിക്കളയണം ഹൈക്കോടതിയിൽ. വഖഫ് ബോർഡ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമിച്ച വഖഫ് ബോർഡ് നേരെ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ട് അവരെ പ്രവർത്തനം ഫ്രീസ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് പറഞ്ഞു സംസ്ഥാന സർക്കാർ കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹൈക്കോടതി അത് തള്ളിക്കളയാതെ അവരുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ചു എന്ന പ്ലീസ് നോ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേസ് തള്ളിക്കളയണം എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു വന്ന പിന്നെ എന്താ അതിൻ്റെ അകത്ത് വിവാദം? രണ്ടാമത്തെ കാര്യം ഈ വഖഫ് ബോർഡ്, LDF സർക്കാർ വെച്ച വഖഫ് ബോർഡ് അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ ചെയ്തോളാം, ഈ 2 പേരെ കൂടി വെച്ചുകൊണ്ട്, അമുസ്ലിങ്ങളായ ആളുകളെ കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് പുനഃസംഘടിപ്പിച്ചു കൊള്ളാം. മൂന്നാമത് പറഞ്ഞൊരു കാര്യം അറിയാമോ? ഇത് പുതിയ സർക്കാർ അത് ചെയ്യാത്തത്, അത് പുതിയ സർക്കാർ വന്നതുകൊണ്ടാണ് അത് ചെയ്യാത്തത്, ഈ 2 അമുസ്ലിങ്ങളെ വെക്കാത്തത് എന്നാണ് വഖഫ് ബോർഡ് പറഞ്ഞത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ഇത് കൂടി കേട്ടോ. കഴിഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞതെന്നാ 14/12/2024 ഡിസംബർ 24 കഴിഞ്ഞു. സാധാരണഗതിയിൽ കാലാവധി കഴിയും മുമ്പ് തന്നെ ആ പുനഃസംഘടന നടപടി തുടങ്ങും. 4 മാസത്തിനകം ബോർഡ് വരുമെന്ന് 29/11/24 സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 24 വർഷത്തിൽ പുതിയ ബോർഡ് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കാലാവധി കഴിയും വരെ അത് നിലനിൽക്കുമായിരുന്നു. സർക്കാർ ചെയ്തതെന്താ? ഈ പുതിയ ഭേദഗതി, വഖഫിലെ ഭേദഗതി വരുന്നത് വരെ കാത്തിരുന്നു. ഭേദഗതി വന്നത് 8/4/2025 4 മാസം. അത് കഴിഞ്ഞിട്ട് പുതിയ ബോർഡിന് രൂപം നൽകിയത് 4/2/26 അപ്പോൾ 14/12/24 കാലാവധി കഴിഞ്ഞിട്ട് പുനഃസംഘടിപ്പിക്കാതെ 4/2/26 പുനഃസംഘടിപ്പിച്ചപ്പോഴാണ് ഈ ഭേദഗതിയുടെ പ്രശ്നം വന്നത്. മനസ്സിലായ? എല്ലാ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാനായിട്ടാണ് പുതിയ ബോർഡ് രൂപീകരണം വൈകിപ്പിച്ചത്. മനസ്സിലായില്ലേ? അത് പ്രതിപക്ഷ അംഗങ്ങൾ പല രീതിയിൽ ബോർഡ് രൂപീകരിച്ചാൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് സർക്കാർ ആ തീരുമാനം വൈകിപ്പിച്ചത്. ആ തീരുമാനമാണ് ഇതിൻ്റെ മുഴുവൻ കാര്യം. പിന്നെ ഇപ്പം എന്താ കോടതി പറഞ്ഞിരിക്കുന്ന? സുപ്രീം കോടതി തിരിച്ചയച്ചല്ലോ, ഇവിടെ തിരിച്ചയച്ചപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ സെക്ഷൻ 14 ഇടപെട്ടില്ല. അതായത് മിനിമം അംഗങ്ങൾ, അമുസ്ലിം അംഗങ്ങൾ 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് മാക്സിമം എന്നുള്ളത് 3 മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ഇതാണ് വഖഫ് ബോർഡ് എടുത്ത സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞല്ലോ, കോടതിയുടെ വിധി പുറത്തു വരട്ടെ. കോടതി എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്? കോടതി ചർച്ച ചെയ്യല്ലേ, ഈ വിഷയം ചർച്ച ചെയ്യല്ലേ. കോടതിയുടെ വിധി വരട്ടെ, നമുക്കെന്താ ധൃതി? നിങ്ങളെ ഡേറ്റ് നോക്കിക്കോ. ഇതിനായിരിക്കില്ല വൈകിപ്പിച്ചത് അന്ന് അത് രൂപീകരിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷാംഗങ്ങളെ കൂടി വരുമായിരുന്നു ഇതിൻ്റെ അകത്ത് ബോർഡിൽ. അത് വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിലേ ചെയ്താണ്. അവിടുത്തെ ഓർഡർ വരുന്നതിന് മുമ്പ് അവരത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് തുടരുമായിരുന്നു, അതിൻ്റെ കാലാവധി വരെ തുടരുമായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ പുതിയ നിയമം. അപ്പോൾ ആ പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നേനെ, എന്തെങ്കിലും തീരുമാനം.